ഈ പ്രപ്പോസൽ ഇത്രത്തോളം വളരണമെങ്കിൽ അത് നിന്റെ മൗന സമ്മതത്തോടെ തന്നെയല്ലേ മാളു? അല്ലെന്ന് നീ എത്ര തവണ ആണയിട്ട് പറഞ്ഞാലും സത്യം അതാണെന്ന് എനിക്കറിയാം. ഒന്ന് ചോദിച്ചോട്ടെ, അരുൺ ഭാസ്കറിനോടുള്ള ഇഷ്ടം കൊണ്ടോ അതോ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടോ? അപ്പോ പോട്ടെ, രണ്ടിലേത് റീസൺ ആയാലും എനിക്ക് വിരോധമൊന്നുമില്ല. നിന്റെ ലൈഫാണ്, നിന്റെ ചോയ്സാണ്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഒരു ഡിസ്കഷന്റെയോ പോസ്റ്റ്മോർട്ടത്തിന്റെയോ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ എനിക്ക് സങ്കടമില്ല, ഞാൻ ഹാപ്പിയാണ് എന്നൊന്നും കള്ളം പറയുന്നില്ല. നല്ല സങ്കടമുണ്ട്. നിന്നെ പിരിയുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എനിക്കിപ്പോഴും. എങ്കിലും റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റും. അതിനുവേണ്ടിയാ ഇപ്പൊ അപ്പുവിന്റെ ശ്രമം. അതുകൊണ്ടാ ഇവിടെ നിപ്പോ ഒന്ന് മാറി നിൽക്കാന്ന് വയ്ക്കുന്നേ. മാറി നിൽക്കാനോ? എങ്ങോട്ട്? എന്താ അപ്പോ നീ പറയുന്നത്? ഇന്റർ യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ മാച്ചിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോച്ചിങ്ങിന് ഞാൻ ചെന്നൈയിലേക്ക് പോവാ. ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന് ഇന്ന് രാത്രി പുറപ്പെടും. കള്ളമാണ്, മറ്റുള്ളവരോട് അങ്ങനെയാ പറഞ്ഞത്. നിന്നോടത് പറ്റില്ലല്ലോ. എവിടെയെങ്കിലും കുറച്ച് ദിവസം ഒന്ന് അലഞ്ഞു നടക്കണോ എനിക്ക്? ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമാണോ? അത്രയ്ക്ക് പിടിവിട്ടൊരവസ്ഥയിൽ നിൽക്കുക ഞാൻ. അത് വേണോ അപ്പോ? വേണം, പറഞ്ഞല്ലോ. അല്ലെങ്കിൽ തന്നെ മനസ്സിന് തീ പിടിച്ച് നിൽക്കുക. അതിന്റെ കൂടെ നിന്നെ മറ്റൊരാളെ സ്വന്തമാക്കുന്നത് കൂടി കണ്ടു നിൽക്കാൻ പറ്റില്ല മാളു എനിക്ക്. സാരില്ല, ഈ യാത്ര കഴിഞ്ഞു വരുമ്പോ ഞാൻ ഓക്കെ ആയിട്ട് വരും. അപ്പോഴേക്കും അരുൺ പാക്കറിന്റെ പെണ്ണാ നീയെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കും. അപ്പോ മൈ വിഷസ് ഇൻ അഡ്വാൻസ്. പോയി അടിച്ച് പൊളിക്ക് നിന്റെ പാക്കറിനുമായിട്ട്. ഓക്കെ ഡിയർ, ഗുഡ് ബൈ. വന്നിട്ട് കാണാം. ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. അപ്പോ ഇതാണ് മാളു ഞാൻ. ഇതെന്റെ മനസ്സാ. എന്നാലും അവക്കിത് എന്താ പറ്റിയത് അങ്ങളെ? എന്തു പറ്റി? അല്ല, 2-3 ദിവസം കൊണ്ട് ആളാകെ മാറിപ്പോയല്ലോ. ഭയങ്കര നാണക്കാരിയായതുപോലെ. ഈ കാൽനഖം കൊണ്ട് പടം വരയ്ക്കൽ സെറ്റപ്പേ. കല്യാണം അടുക്കുമ്പോഴേ പെൺകുട്ടികൾക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. എന്നാലും ഇത് ഇത്തിരി ഓവറാണേ. അപ്പോഴേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവരോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. കേട്ടിട്ട് ആരും എന്നെ പഞ്ഞിക്കിടാൻ വന്നേക്കല്ലേ പ്ലീസ്. എന്താ പൂ? അതെ,
നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. ചെന്നൈ വരെ പോവാ. ചെന്നൈയിലോ? എന്താ കാര്യം? സോണൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്. യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ആയിട്ടുണ്ട്. ഒന്ന് ആഞ്ഞു പിടിച്ചാ കപ്പ് കൈയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രാക്ടീസിന് നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് കോച്ചിന്റെ സ്ട്രിക്റ്റ് ഓർഡറാ. അപ്പോ എൻഗേജ്മെന്റിനപ്പോ കാണില്ലേ? ഇല്ല ആന്റി, ഞാൻ പറഞ്ഞില്ലേ, നാളെ ഇവിടുന്ന് പോയേ പറ്റൂ. മാളുവും എന്നോട് പിണങ്ങിയിരിക്കുക. അങ്കിളെ, അവളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചേക്കണേ, പാവം. അതെ, ഞാനില്ലെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് നടക്കണം. അങ്കിളെ, പോയിട്ട് വരുമ്പോ എനിക്ക് ഗംഭീര പാർട്ടി തരണം, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. ആന്റി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ ബൈ, വന്നിട്ട് കാണാം. എന്നാലും ഇവർക്കൊക്കെ ഇതെന്താ പറ്റിയ ഗീതേ? ഇത്തിരിയില്ലാത്തൊരു പെൺകുട്ടിയെ പിടിച്ച് കെട്ടിക്കാൻ പോവുക. അതിന് ഇവിടെ ഉള്ളവരുടെ സപ്പോർട്ടും. എനിക്കിതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. എന്നാലും തന്റെ VPക്ക് ഇതെന്തു പറ്റിയടോ? വന്ന് അയാളുടെ തലയ്ക്ക് ഇപ്പോൾ വെട്ടവും വിളിച്ചോ ഇല്ലാതായോ? അതാ എനിക്കും അത്ഭുതം. തുടക്കത്തിലൊന്ന് എതിർത്ത് നിന്നെങ്കിലും പയ്യനെ കണ്ടു കഴിഞ്ഞപ്പോ VP മലക്കം മറിഞ്ഞു. അത് മറ്റൊന്നും ഉദ്ദേശിച്ചാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാവും VP അതിനെ പിന്തുണച്ചത്. കുട്ടികൾ കാരണം നമ്മൾ മുതിർന്നവർ തമ്മിൽ പിണങ്ങി പിരിയുന്നത് ശരിയല്ലല്ലോ. അതൊരിക്കലും VPയെ പോലുള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് അയാൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തതാവും. എനിക്കിപ്പോ അപ്പുവിന്റെ കാര്യം ആലോചിച്ചിട്ടാ ടെൻഷൻ മുഴുവനും. അതെന്തിനാ? മാളൂര് വന്ന ഈ പ്രപ്പോസല് അവൾക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ടില്ല. അത് മുടക്കാൻ ചില ശ്രമങ്ങൾ പോലും. ഉവ്വ് VP അതേപ്പറ്റി എന്നോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഗീത, ഞാൻ അതിൽ അവളെ ഒരിക്കലും കുറ്റം പറയില്ല. എന്നുവച്ച് അവൾ ചെയ്തത് ശരിയാണെന്ന അഭിപ്രായവും എനിക്കില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സ് അങ്ങനാടോ. പുറമേ കാണുന്ന ഈ വേഷം കെട്ടും ശൂരത്വവും ഒക്കെ ഉള്ളൂ വെറും ലോലവാ. പേടിയാ നിങ്ങൾക്ക്. അപ്പോ ആ കല്യാണാലോചന മുടക്കാൻ കള്ളം പറഞ്ഞത് അപ്പുറത്തെ ഇന്ദിരാമ പറഞ്ഞതുപോലെ അസൂയയോ കൊതിക്കെറുവോ കൊണ്ടാണെന്നാണോ നിന്റെ വിചാരം? ഒരിക്കലുമല്ല. പേടിച്ചിട്ടാ പാവം. മാളു കല്യാണം കഴിച്ചു പോയാൽ, അല്ലെങ്കിൽ ആ പയ്യനുമായി കൂടുതൽ അടുത്തു പോയാൽ തന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി. ഇപ്പോഴത്തെ ഈ ന്യൂക്ലിയർ ഫാമിലി കുട്ടികളിൽ കൂടുതലും കണ്ടുവരുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണത്. അപ്പുവിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ VPയോട് തന്നെ ചോദിച്ചു നോക്ക്. അവളിപ്പോ എല്ലാരോടും പിണങ്ങിയും ദേഷ്യപ്പെട്ടും ഒക്കെ നടക്കുക. മാളൂന്റെ എൻഗേജ്മെന്റിന് അവൾ ഇവിടുന്ന് മനഃപൂർവ്വം മാറി നിൽക്കാൻ ശ്രമിക്കുക. എല്ലാം ആലോചിക്കുമ്പോ ഭ്രാന്ത് പിടിക്കുന്നു. പിടിക്കണമല്ലോ. ചുമ്മാതിരുന്ന് ഒരുപാട് ആലോചിച്ചു കൂട്ടുന്നവർക്ക് പിടിക്കാനുള്ള അസുഖമാ ഈ ഭ്രാന്തേ. എന്റെ ഗീതേ, ഇങ്ങനെയുള്ള പിണക്കങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ എല്ലാ കുട്ടികളുടെയും ജീവിതത്തിലും ഉണ്ടാവും. അതിനുള്ള അവസരം നമ്മൾ ബോധപൂർവം മുടക്കുമ്പോഴാ സ്വന്തം ജീവനും ജീവിതവും ഒക്കെ വെച്ച് കളിക്കാനുള്ള ഒരവസരം ഉണ്ടാവുന്നത്. അതിനുള്ള അവസരം നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക. വന്നല്ലോ അമ്പിമാമന്റെ അപ്പുകുട്ടി. അങ്കിൾ എപ്പോ വന്നു? കുറച്ചായി. ഇതെന്താ മോളുടെ കയ്യില്? അങ്കിളെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഉവ്വ്, അതൊക്കെ എപ്പോഴേ അറിഞ്ഞു. കൂട്ടുകാരി പണി പറ്റിച്ചു അല്ലേ? ഇത് അവളുടെ വകയുള്ള ഗിഫ്റ്റാ, എൻഗേജ്മെന്റിനുള്ള ഡ്രസ്. പക്ഷേ നിശ്ചയത്തിന് ഈ കൂട്ടുകാരി എവിടെയോ ദേശാടനത്തിന് പോവുകയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. നേരാണോ? എനിക്കൊരു കോച്ചിങ് ഉണ്ട്, അതിന് പങ്കെടുത്തേ പറ്റൂ. അത് വേണം. എൻഗേജ്മെന്റ് ഒക്കെ അവിടെ നടന്നോട്ടെ എന്ന് വെച്ച് നമുക്ക് നമ്മുടെ കാര്യത്തിന് പോകാതിരിക്കാൻ പറ്റുമോ? അല്ലേ മോളെ? അതെ,
അപ്പൊ കുട്ടി, ഈ ചെന്നൈ യാത്ര അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുന്നേ. 2 ദിവസം കഴിയുമ്പോ ഞാൻ പോകുന്നുണ്ട് പൂയംകുട്ടിക്ക്. യാത്രയെന്ന് പറഞ്ഞാല് നല്ല അസല് യാത്രയാവും. കൂടുന്നോ? സോറി, എന്റെ യാത്ര നേരത്തെ ഫിക്സ് ചെയ്ത് പോയതാ. അത് മാറ്റിവെക്കാൻ പറ്റില്ല. ശരി. അപ്പോ ഹാപ്പി ജേണി അപ്പു കുട്ടി. താങ്ക്സ്. മാളു, ഐ എം ലിവിങ്. പോകുന്നു. ചെന്നൈയിലേക്കല്ല, അതിനും അപ്പുറത്തേക്ക്. ബൈ ബൈ ഫോർ എവർ.
ആന്റി ആന്റി അമ്മ എന്താ മോളെ അപ്പു. എന്താ ഈ പാതിരാത്രിക്ക് അപ്പു. അപ്പൂൻ എന്താ നില്ല്. അറിയില്ല. ഏ? അറിയില്ല വാ മോളെ വിപി വിപി മോളെ നിക്ക് വിപി അപ്പു മോളെ അപ്പു വാതിൽ തുറക്കപ്പു ആ, അപ്പു 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 മോളെ കഥ അപ്പു തുറക്ക് ഞാനാ വിളിക്കുന്നത് അപ്പു തുറക്ക് അപ്പു മോളെ മോളെ അപ്പു അപ്പു. കഥ തുറക്ക് അപ്പു അമ്പിമാമനാ പറയുന്നത് കഥ തുറക്ക് എന്താ മോളെ എന്താ പ്രശ്നം മാണു വിപി വിപി എന്താ അപ്പു അകത്ത് എന്താ ഉണ്ടായത് അപ്പു വാതിൽ തുറക്കുന്നില്ല അപ്പു എന്തോ പ്രശ്നമുണ്ട് അപ്പൊ വാതിൽ തുറക്ക മോളെ. അച്ഛനാ പറയുന്നത് വിപ്പി തള്ളി തുറക്കാൻ നോക്ക്. വാതിൽ തുറക്കുന്നേ വിപി തുറക്കു വാതില് അപ്പു മോളെ മോളെ എന്താ അപ്പു? മോളെ ഒന്നുമില്ല മോളെ നമ്മൾ തക്ക സമയത്ത് അവളെയും കൊണ്ടുവന്നില്ലേ ഇനി പേടിക്കാൻ ഒന്നുമില്ല എന്താ മോളെ ഇത് അപ്പൂനൊന്നുമില്ല അമ്പിമാമനല്ലേ പറയുന്നേ മോളിങ്ങനെ കരയാതെ ഡോക്ടർ അപ്പൂന് എങ്ങനെയുണ്ട്? പറയാം, ഞങ്ങൾ നോക്കുന്നുണ്ട്. മിസ്റ്റർ വിജയ് പ്ലീസ് കം. എന്താ ഡോക്ടർ? മോള് ഹെവി ഡോസ് പോയിസൺ എടുത്തിരിക്കുന്നത്. ടു ബി ഫ്രാങ്ക്, പേഷ്യന്റിന്റെ കണ്ടീഷൻ തീർത്തും വേഴ്സാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒന്നും ഉറപ്പുറയാറായിട്ടില്ല. ഏതായാലും ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പ്രാർത്ഥിക്കുക. പിന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഡോക്ടർ എന്താ പറഞ്ഞത്? സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസിൽ അറിയിക്കേണ്ടി വരുന്നു. അപ്പൂന് സീരിയസ് ആയിട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. വിപി എന്താ എന്താ ഉണ്ടായേ? അപ്പൂന് എന്താ പറ്റിയേ? എന്തു പറ്റാൻ? അവള് വിഷം കഴിച്ചിരിക്കുക. ചാവാൻ വേണ്ടി ചെയ്തതാ.